അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വരവെന്നത് വിജയ് ഒരുപക്ഷെ സിനിമയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള കുറച്ച് മൂവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഗോ ടു ദ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ കുറച്ച് അടിപൊളി സൺ ഗ്ലാസസ് ടാഗ് വെച്ചിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ജനനായകൻ അപ്ഡേറ്റ് പറഞ്ഞിട്ട് പോകാം. മെയ് മാസത്തോടെ ഷൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ ജനനായകൻ്റെ. അത് കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം ഒരു 7 മാസമോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് ടീമുണ്ട്. തട്ടിക്കുട്ടിയിലാകാണ്ടിരിക്കാനുള്ള ടീമുണ്ട്. തീർച്ചയായും നന്നായി യൂസ് ചെയ്യണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല ഔട്ട്പുട്ട് കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ മുഞ്ചി അത്രയേ ഉള്ളൂ. ഇനി തിരിച്ചു വന്നുള്ള അപ്കമിങ് ലൈനംസിനെ കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയാം, വിജയ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന മൂവി അത് ലിയോ 2 തന്നെയായിരിക്കും. കാരണം പാൻ-ഇന്ത്യ റീച്ചുള്ള ഒരു തമിഴ് സിനിമയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപാട് ഹൈപ്പുള്ള വെയിറ്റ് ചെയ്യുന്ന മൂവീസിലൊന്നാണ് ലിയോ 2. അതുകൊണ്ട് തന്നെ ലിയോ 2 ഫസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് കഴിഞ്ഞ് ചെയ്യാൻ സാധ്യതയുള്ളത് വിജയ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു വലിയൊരു ഹൈപ്പ് പടം ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പില്ലാണ്ട് ചെറിയ രീതിയിലുള്ള പടങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഡ്രാഗൺ സിനിമ ഡയറക്ടർ ഉണ്ടല്ലോ അശ്വൻ മാരിമുത്ത്, ഫാൻ ബോയ് മൂവിയാകും കിട്ടുക. ഒരു കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് പടം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞാൽ ഗോ ടു 2. പ്രത്യേകിച്ച് വലിയ ഹൈപ്പൊന്നുമില്ല, ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഫസ്റ്റ് പാർട്ട് നോട്ട് ഇംപ്രസീവ്, പക്ഷേ സെക്കൻഡ് പാർട്ടിന് ഉപയോഗിക്കാൻ പോകുന്ന കൺസെപ്റ്റ് അടിപൊളിയാണ്. ഒരു ക്ലോണിങ് അറ്റാക്ക് സർവൈവൽ മൂവിയാണ്. കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. വന്നാൽ ചിലപ്പോൾ നല്ല പടമാകും. കാരണം വിജയ് തിരിച്ചു വരുന്നവരെ വെങ്കട്ടോപ്പൻ ഈ പടം സ്ക്രിപ്റ്റ് ചെയ്യാൻ നല്ലപോലെ ടൈമുണ്ട്. അടുത്തതായിട്ട് വിജയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലങ്ങളായി ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ്. തിരിച്ചു വന്ന് എന്തായാലും നടക്കാൻ പോകുന്ന പടം തന്നെയും ഒരുപാട് ഹൈപ്പിഡ് കൊമ്പ് കൂടിയാണ്. അതുപോലെ ഒരുപാട് കാലങ്ങൾ ഡേറ്റ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റേണ്ട ഒരു ഡയറക്ടറാണ് വെട്രിമാരൻ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഓക്കെ ചെയ്ത ഷൂസ് ഓഫ് ഡെഡ് എന്ന നോവൽ മൂവി ചെയ്യും. നല്ലൊരു കണ്ടന്റ് ഓറിയൻറ്റഡ് സ്റ്റോറിയും കൂടിയാണ്. അടുത്തത് AR മുരുഗദാസിന് തുപ്പാക്കി 2. മദ്രാസിയൻ സിനിമയിലൂടെ AR മുരുഗദാസ് തിരിച്ചു വരികയാണെങ്കിൽ ഒരു പക്ഷേ വിജയും തിരിച്ചു വന്ന ഭാവിയിൽ സംഭവിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു ചിത്രമാണിത്. അതുപോലെ തന്നെ അറ്റ്ലിയായിട്ട് വീണ്ടും ഒരു പടം ചെയ്യുന്നതാണ്. അവരുടെ ബോണ്ടിങ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലി 4ാമത്തെ പടവും വിജയായിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പിന്നെ മകൾ തിരുമേനിയുള്ള ഒരു പടം അത് വിജയ് ഓക്കെ ചെയ്തതാണ്. ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ പടമായിരുന്നു പണ്ട്, പക്ഷേ വേറൊരു ആൾ കയറി അങ്ങനെ മാറ്റി. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും നടക്കും. കാരണം ഫാൻ ബോയ് കൂടി ആകുമ്പോൾ ഷുവറായിട്ട് നടക്കും. അടുത്തത് സുധാകുമാര വിജയ് ചിത്രം. ഇത് സ്റ്റോറി വിജയ് ഓക്കെ ചെയ്തതാണ്. അങ്കിഴിന് പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ കാര്യമാണ്. ബട്ട് ചില ഡേറ്റ് ഇഷ്യൂ കാരണം പ്രൊജക്റ്റ് വേണ്ട വെച്ചു. ഭാവിയിൽ നടക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ലൈനംസ് ആണ്. എല്ലാം റൂമർ അടിസ്ഥാനത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള പടങ്ങളാണ്. ഭാവിയിൽ എന്തൊക്കെ മാറുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് തന്നെ ഇല്ലാണ്ടാവും, വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് നടക്കാം. അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ഇനി വിജയ് ഉണ്ടായില്ല എന്നും വെക്കാം. സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ലൈനംസ് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.